അപ്പോൾ ഇന്ന് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള തിക്കായിട്ടുള്ള ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇറക്കലും ചിക്കൻ എടുത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും പാകത്തിന് ഉപ്പും ചേർത്ത് കണ്ടൊന്ന് മസാല തേച്ച് വെക്കുന്നുണ്ട്. പിന്നെ ഞാൻ ലേശം വെളുത്തുള്ളിയും ഇഞ്ചിയും ചെറിയ ഉള്ളിയും ഒരു 2 സവാള എടുത്തിട്ടുണ്ട് കേട്ടോ. വലുതായിട്ട് ചെറിയ സവാളയാണ്, അതുകൊണ്ട് 2 എടുത്തത്. അത് രണ്ടും പാടെ ഞാനൊന്ന് ചോപ്പറിലിട്ടിട്ട് കട്ടാക്കി എടുക്കുന്നുണ്ട്. നമ്മൾ കത്തിക്ക് അരിയാണെന്നുണ്ടെങ്കിൽ നല്ല കുനുകുനേന അരിഞ്ഞെടുത്താൽ മതി. പിന്നെ ഞാൻ വെളിച്ചെണ്ണയിലാണ് കേട്ടോ കോഴി മസാല വെച്ചത് പൊരിക്കണമെങ്കിൽ ഒന്ന് അപ്പുറം എണ്ണയിൽ ഇട്ടിട്ട് അങ്ങോട്ട് എടുക്കുകയാണ്. പിന്നെ സൺഫ്ലവർ ഓയിൽ ഉണ്ടെങ്കിൽ അതെടുക്കാൻ കേട്ടോ, നല്ല ടേസ്റ്റ് കിട്ടും. അപ്പോൾ അതാ കോഴിയൊക്കെ ഞാൻ അപ്പുറം ഒന്നുകൊണ്ട് ഇട്ടെടുത്തിട്ടുണ്ട് കേട്ടോ, അല്ലാതെ മുരിപ്പിച്ചിട്ടൊന്നുമില്ല. പിന്നെ ഞാൻ ആ കോഴി മാറ്റിയ എണ്ണയൊക്കെ തന്നെയാണ് നമ്മൾ ഉള്ളികൾ കട്ടാക്കിയത് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതൊന്ന് നല്ല വന്നപ്പോൾ ഞാനേക്ക് മഞ്ഞൾപ്പൊടി ഇട്ടെടുത്തതാണ്. മുളകും പൊടി അണിച്ചിട്ട് കോരിയതാണ് കേട്ടോ തോനെ. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1.5 ടേബിൾ സ്പൂണ് മുളക് പൊടിയും, ഒരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടിയും, 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് കേട്ടോ, 1/4 ടീസ്പൂണ് ചെറിയ ജീരകത്തിൻ്റെ പൊടിയും, ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല കേട്ടോ. പിന്നെ അതിൻ്റെ പച്ചമണം മാറി വന്നപ്പോൾ ഞാനൊരു തക്കാളി അരച്ചിടുന്നിട്ടുണ്ട് കേട്ടോ. വലിയ തക്കാളിയാണ്, അത് കട്ടാക്കിയിടുന്നില്ല, തക്കാളി അരച്ച് പാടുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ പച്ചമണം മാറി വന്നപ്പോൾ നമ്മൾ ചിക്കൻ ഇതിലൊന്നിട്ടിട്ടൊന്ന് ഇളക്കിയെടുക്കാം കേട്ടോ. ചിക്കൻ ഇട്ട് ഇളക്കിയതിന് ശേഷം പിന്നെ നമുക്ക് ഇതൊക്കെ എത്രയാണ് കറി വേണ്ടിച്ചാൽ അതിനനുസരിച്ചിട്ട് നമുക്ക് ഇതൊക്കെ വെള്ളം പാർന്ന് കൊടുക്കാം കേട്ടോ. പിന്നെ വെള്ളം പാർന്നൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുന്നതാണ്. പിന്നെ ഇതൊക്കെ ഞാൻ അണ്ടിപ്പരിപ്പും പിന്നെ കോൺഫ്ലവറിൻ്റെ പൊടിയും പാടെ അരച്ച് ചേർക്കുന്നുണ്ട് കേട്ടോ. അണ്ടിപ്പരിപ്പ് തോനുണ്ടെങ്കിൽ അത് മതി, ഇത് തോനില്ലാത്തത് കൊണ്ട് ഞാൻ ലേശം കോൺഫ്ലവറിൻ്റെ പൊടിയും കൂട്ടിയതാണ്. പിന്നെ അത് ലേശം വേപ്പിൻ്റെ ഇലയും മല്ലിച്ചപ്പ് ഇട്ടെടുത്തിട്ട് അതിൻ്റെ മേലക്കാണ് കേട്ടോ കോൺഫ്ലവറിൻ്റെ പൊടി പിന്നെ അണ്ടിപ്പരിപ്പും പാടെ അരച്ചത് പാർന്ന് കൊടുത്തത്. പിന്നെ നല്ല ഇളക്കി സെറ്റാക്കിയതിന് ശേഷം ഒരു 1.5 ടേബിൾ സ്പൂൺ തൈരും പാർന്ന് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇത് ഇങ്ങനെ ഒന്നും കൂടെ അടച്ച് ഒന്നും കൂടെ തിളപ്പിച്ചെടുക്കണം കേട്ടോ. പിന്നെ ഇത് ചൂടാറിയാലാണ് നല്ല തിക്കായി കിട്ടുക കറി കേട്ടോ. അപ്പോൾ അത് കറി തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് ലേശം കസ്തൂരി മേത്തിയും 2-3 പച്ചമുളക് ഇട്ട് കൊടുക്കട്ടെ. പച്ചമുളക് ഞാൻ ഇട്ട് കൊടുക്കണില്ല.